നമ്മൾ ആരും ഇവിടെ അവൈഡല്ല. കാരണം ഞാനിപ്പോൾ എല്ലാ മാസവും റൊട്ടീൻ ചെക്കപ്പ് ചെയ്യാറുണ്ട്, എല്ലാ മാസവും ചെയ്യാറുണ്ട്. രോഗം വന്നിട്ടാണ് നമ്മൾ എല്ലാത്തിനും ചികിത്സയ്ക്ക് പിന്നാലെ ഓടുന്നത്. അവർക്ക് ഷുഗർ 450 ആണ്. അവരെന്നോട് പറയുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവാണ്. ഇൻഷുറൻസ് എടുത്തേക്കുന്ന പോലെ വണ്ടിയുടെ ഇൻഷുറൻസ്, വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ, വണ്ടി കറക്റ്റ് സർവീസ് കൊണ്ടുപോയി ചെയ്യും. അതൊരു ഫുഡ് കെയർ ഒക്കെ ഒരു ഫുഡ് എക്സാമിനേഷൻ സ്വയം ഉണ്ട്, സെൽഫ് എക്സാമിനേഷൻ ഉണ്ട്. മിറർ വെച്ചിട്ട് കാലിൻ്റെ അടിയിലൊക്കെ നോക്കുക, എന്തെങ്കിലും ചെറിയ മുറിവുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ക്രാക്ക് ആയിരിക്കും ചിലപ്പോൾ, നമുക്ക് ഈ മഞ്ഞ സമയത്തൊക്കെ കാല് പൊട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ആ ക്രാക്കിൽ നിന്ന് വൂണ്ട് ഇൻഫെക്റ്റഡ് ആയി ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരേണ്ട അവസ്ഥ വരെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഡയബറ്റീസ് അൺകൺട്രോൾഡും ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ എന്ന് പറഞ്ഞത് അത് റുട്ടീനാണ്. നമുക്ക് അസുഖം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ ഫുഡ് കെയറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പ്രോപ്പർ ചപ്പൽസ് ഇടുക. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ചപ്പൽസ് ഒക്കെ അവൈലബിൾ ആണെന്ന് വെച്ചാൽ നമ്മുടെ പ്രഷർ പോയിന്റ് നോക്കിയിട്ട് അവരതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് നമുക്കായിട്ട് ചെരുപ്പ് ഉണ്ടാക്കി തരും. പ്രത്യേകിച്ച് ഡയബറ്റീസ് കേസസിലൊക്കെ അത് ഒരുപാട് നമുക്ക് ബെനിഫിറ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ഇതിൽ സാധ്യതകളും മേഖലകളും ഒക്കെ ഉണ്ട്. നമ്മൾ രോഗം വന്നിട്ടാണ് നമ്മൾ എല്ലാത്തിനും ചികിത്സയ്ക്ക് പിന്നാലെ ഓടുന്നത്. ഡയബറ്റിക് ആയ ഒരാൾക്ക് എന്തൊക്കെ രോഗം വരും നമ്മൾ മനസ്സിലാക്കി ആ കെയർ സ്കിന്നിനായാലും ഫുഡിനായാലും ഫുൾ ബോഡിക്കായാലും ആ ഒരു കെയർ നമ്മൾ കൊടുത്ത് മെഡിസിൻസും നമ്മൾ സ്ക്രീനിങ് ആണ്. നമ്മൾ ആരും ഇവിടെ അവൈഡല്ല. കാരണം ഞാനിപ്പോൾ എല്ലാ മാസവും റൊട്ടീൻ ചെക്കപ്പ് ചെയ്യാറുണ്ട്, എല്ലാ മാസവും ചെയ്യാറുണ്ട്. അത് ഹോസ്പിറ്റൽ ആയതുകൊണ്ടെന്നല്ല, പൊതുവെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പം അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. പണ്ടത്തെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല, എല്ലാം വന്നു കഴിഞ്ഞിട്ടാണ്. ഇപ്പം നമ്മൾക്ക് മുൻകരുതലുകൾ എടുക്കാനും ശ്രദ്ധിക്കാനും എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ട് പോലും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ്. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഞങ്ങൾ തന്നെ അടുക്ക ഒരു ഡയറ്റിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എങ്ങനെ എന്താ ഞാൻ ആർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ അതിലേക്ക് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹെൽത്ത് ചെക്കപ്പുകളാണെങ്കിൽ പോലും പലരും ശ്രദ്ധിക്കണില്ല. ഇപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തേക്കുന്ന പോലെ വണ്ടിയുടെ ഇൻഷുറൻസ്, വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ, വണ്ടി ചെക്കപ്പ് ചെയ്യാനൊക്കെ വളരെ അതുകൊണ്ടല്ലോ അവർ അതാത് കമ്പനിയിൽ ചെയ്തിട്ട് കറക്റ്റ് അവർ ഫോളോ അപ്പ് ചെയ്യാൻ പറയാം. അതേപോലെ തന്നെ ഈ എഞ്ചിനും. പക്ഷെ നമ്മൾ അതൊരിക്കലും ഒരാള് പോലും ഹെൽത്ത് ചെക്കപ്പോ എന്തിന് എന്താ പറയാറിയോ, പൈസ അല്ല, എന്താ പറയുക, നമ്മൾ എന്തിനാ വെറുതെ ടെസ്റ്റ് ചെയ്യണത്? നമ്മൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ടെൻഷൻ ആവില്ല. അത് എന്തൊരു വിഡ്ഢിത്തരമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും അത്. അത് ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഫാമിലി ലവ് അങ്ങനെ പറയാലോ. നമ്മള് ഇപ്പൊ എനിക്കൊരു ഞാനൊരു കിഡ്നി ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അസുഖമുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതശൈലി ഇപ്പോഴത്തെ അറിയാലോ, ഇപ്പൊ ഈ യങ്സ്റ്റേഴ്സിന് ഇഷ്ടം പോലെ അറ്റാക്ക്, ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടം പോലെ കേസുകളുണ്ട്. എൻ്റെ ഒപ്പിയിൽ വന്നൊരു കേസ് ഞാൻ പറയാണ്. ഒരു ഡ്രൈവറാണ് ആക്ച്വലി, അവർക്ക് ഷുഗർ 450 ആണ്. അവരെന്നോട് പറയുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവൻ മാത്രമല്ല, നിങ്ങളുടെ വണ്ടിയിൽ കയറുന്ന മറ്റുള്ളവരുടെ ജീവനും റോഡിലൂടെ പോകുന്ന അവരുടെ ജീവനും നിങ്ങൾ ഉത്തരവാദിയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഡയബറ്റീസ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഷുഗർ കൂടിയ ഒരാൾക്ക്, അതും ഏജ് 31 ആണ് അയാളുടെ, 31 വയസ്സുകാരനാണ് എൻ്റെ മുന്നിൽ, ഒരു 450. അവർക്ക് അതൊരു വിഷയമേ അല്ല. അവർ പറഞ്ഞ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല ഡോക്ടർ, ഇപ്പോഴേ മരുന്ന് തുടങ്ങണ്ട. പിന്നെ ഡോക്ടറെ കുറിച്ച് അറിഞ്ഞോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത്രയും ലാഘവത്തിൽ നിങ്ങളൊരു ഡ്രൈവർ പറയാണ് നിങ്ങളുടെ ജീവനും പ്രശ്നം, റോഡിലൂടെ അതിലെന്താ അറിയോ, ഇവര് പറഞ്ഞ ഇവരെ വിചാരം എന്താ വെച്ചാൽ ഈ ഷുഗർ പിന്നെ അത് ഇവര് കാരണമൊക്കെ എടുക്കുന്നില്ലല്ലോ, എല്ലാവർക്കും. പിന്നെ നമ്മൾ അവയർനെസ് കൊടുത്തു. അപ്പൊ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുപ്പിച്ചു. ഇതുവരെ വന്നതൊക്കെ ഓക്കെ, ഇനി നമുക്ക് തീരുമാനം